ഇന്ന് നമ്മൾ നല്ല അടിപൊളി ബട്ടർ നാനും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബട്ടർ നാനും ബട്ടർ ചിക്കനുമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് മൈദ, ഉപ്പ്, പഞ്ചസാര, തൈര്, ഓയിൽ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വെളുത്തുള്ളി, മല്ലിയില, കരിഞ്ജീരകം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും തൈരും എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ. മാവ് കുഴച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്കതൊരു 20 മിനിറ്റ് തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം അത് ചെറിയ ചെറിയ ബോൾസായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിലല്ല പരത്തുന്നത്, ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഗാർലിക്കും കുറച്ച് മല്ലിയിലയും കുറച്ച് കരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. അത് നാനിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ച നാൻ എടുക്കാം. അതിൻ്റെ പുറം ഭാഗത്ത് വെള്ളം കുറച്ച് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ നാൻ ഉണ്ടാക്കുന്നത് അയൺ പാനിലാണ്. അപ്പോൾ ആ പാനിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. നാനിൻ്റെ അടിഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് പാൻ ഒന്നായിട്ട് കമഴ്ത്തിയിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ പാൻ യൂസ് ചെയ്തത്. ഇനി അയൺ പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്കിൽ തന്നെ കുക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ തീയുടെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് തേക്കാം. അപ്പം നമ്മുടെ ബട്ടർ നാൻ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, തക്കാളി, വലിയുള്ളി, കാഷ്യൂ, കസൂരി മെത്തി, ഗരം മസാല, പഞ്ചസാര, കാശ്മീരി ചില്ലി, ബട്ടർ, ഫ്രഷ് ക്രീം, വിനെഗർ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതൊരു 20 മിനിറ്റ് വെക്കണം. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം.
ഗ്രേവിയിലേക്ക് ഇനി വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാലയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കാശ്മീരി ചില്ലിയാണ്. ഗ്രേവി നന്നായിട്ട് കുക്കായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്രേവി ചൂടാറിയതിന് ശേഷം നമുക്കത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കത് നന്നായിട്ട് അരിച്ചെടുക്കണം. അത് കറി ഒന്നും കൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഗ്രേവിയിലേക്ക് ബാക്കിയുള്ള ബട്ടറും ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് കൈകൊണ്ട് പൊടിച്ചതാണ്. അവസാനമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചിക്കൻ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പീസും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കോംബോ ആണിത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.